എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ബോണി, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. യാ, പളുങ്ക് കടലിൽ നീന്തി നമ്മൾ കുറച്ച് ഏറെ ദൂരം മുന്നോട്ട് പോയല്ലേ ബോണി? ഉവ്വ. പളുങ്ക് കടലിൽ പലരുടെയും വേദനകളൊക്കെ കൊടുക്കാനും നമുക്ക് പറ്റി. ഇന്നെന്താണോ, ഏത് പാട്ടാണാവോ നമ്മൾ ഫോൺ വരുന്നല്ലേ? അച്ഛാ ഒരു സെക്കൻഡ്. ഹലോ. ആ ആണോ? അച്ഛനുണ്ട് എൻ്റെ കൂടെ. ആ ഞാൻ പറഞ്ഞോളാം. ഓക്കെ. എന്നാ ബോണി? പളുങ്കടൽ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഒരു നല്ലൊരു ആശ്വാസം കിട്ടി, അച്ഛനോട് പറയാൻ പറഞ്ഞു. യാ, നമുക്കതിന് ദൈവത്തിന് മാത്രം നന്ദി പറയാം. നമ്മുടെ കൊച്ചു വാക്കുകളിലൂടെ ദൈവം അനേകരുടെ ഹൃദയങ്ങളെ തൊട്ട് അവരെ ആശ്വസിപ്പിച്ചെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴായി കോള്. ഒത്തിരി കോളുകൾ വരുന്നുണ്ടോ പൊതുവെ? ഏതാനും കോളുകൾക്ക്. സോറി അച്ഛാ. ഹലോ. ആ അതെ. ആ ഓക്കെ. ആ ശരി. താങ്ക് യു. വീട്ടിൽ നിന്നാണോ? അല്ല, വീട്ടിൽ നിന്നല്ല. പിന്നെയും പളുങ്കടലിനുമായി ബന്ധപ്പെട്ടൊരാൾ വിളിച്ചതാണ്. പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പിന്നെയും ആൾക്കാർ വിളിച്ചിപ്പം പളുങ്കടൽ നല്ലതാണ്, ആ ശുശ്രൂഷ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രസ്ഥാനം നല്ലതാണ് എന്നൊക്കെ മനുഷ്യർ പിന്നെയും പറഞ്ഞാലും കിട്ടാത്ത ഒരു കാര്യം സ്വർഗം നമ്മളോട് പറയുന്നതായി ഇങ്ങനെ ആത്മാവ് പറഞ്ഞു തരിക. പറയച്ച. പിന്നെയും ഇന്നൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. 95 എഴുതിയൊരു പാട്ടാ. ബോണി കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പക്ഷേ ഇത് അച്ഛൻ്റെ പാട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പഴക്കമുള്ള പാട്ടാണെന്ന്. 95 ഒരു ലോകോത്തര സുവിശേഷ സംഘം വടവാതൂർ സെമിനാരിയുടെ അടുത്ത് ഒരു കുന്നിലിരുന്ന് നിരന്നിങ്ങനെ പാടി. അപ്പോൾ അവരുടെ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പം ഗബയ മലഞ്ചെരികൾ ചെരുവിൽ നിന്ന് ഇറങ്ങി വന്ന പ്രവാചകഗണം തപ്പും താളും കൊട്ടിപ്പാടിയപ്പോൾ സാവൂളിലേക്ക് അഭിഷേകം വ്യാപരിച്ചതുപോലെ ശരിക്കും ആ കുന്നിലിരുന്ന് ഒരു ലോകോത്തര സുവിശേഷ സംഘം പാടിയപ്പം ആ സമയത്ത് കർത്താവ് എന്നെ കൊണ്ട് എഴുതിച്ച പാട്ടാണ്. അപ്പം പിന്നെയും നൂറുകണക്കിന് ഫോൺ വന്നാലും നമ്മുടെ ശുശ്രൂഷ നല്ലതാണെന്നോ, നമ്മുടെ മീഡിയ നല്ലതാണെന്നോ, നമ്മുടെ പ്രസംഗം നല്ലതാണെന്നോ, നമ്മുടെ പള്ളി നല്ലതാണെന്നോ, അല്ലെങ്കിൽ ഒക്കെ എത്ര പേര് ആവർത്തിച്ച് പറഞ്ഞാലും പിന്നെയും സ്വർഗം നിൻ്റെ മിഴികളിലേക്ക് നോക്കി ഇത് പറഞ്ഞാൽ, ഇത് കേൾക്കാൻ പറ്റിയാൽ ഒരുവന് സമാധാനമുണ്ട്. പിന്നെയും ഇന്നൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈ പാട്ടിനും ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട ബോണി ഒരു വളരെ ലളിതമായി എഴുതിയ ഒരു സാധു ശീലമായിരുന്നു, സാധാരണപ്പെട്ട ശീല. വെറുതെ ഒന്ന് മൂളാനും, മനസ്സിന് ഭാരം വരുമ്പോഴും, ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോഴും, അഭിനന്ദിക്കേണ്ടവർ അഭിനന്ദിച്ചില്ലെന്ന് തോന്നുമ്പോഴും, കുടുംബത്തിൽ തന്നെ ഭർത്താവ് ഭാര്യ നമ്മുടെ കൂടെയില്ലെന്ന് തോന്നുമ്പം പിന്നെയും അങ്ങനെ അത് കമ്പോസ് ചെയ്തത്. മെലഡി അങ്ങനെ ചെയ്തത്, സോഫ്റ്റ് മെലഡി. ഇന്നൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ
സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ശരിക്കും വരികൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് എഴുതി തരാത്തത്. എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ അനുപല്ലവി എന്തായിരിക്കും, അങ്ങനെ എങ്ങനെ പോയെന്ന് ചിന്തിക്കാനായിട്ട് ബോണിക്ക് പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ അച്ഛൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ലോകത്തിലെല്ലാ മനുഷ്യരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അത് ഈശോ മാത്രമാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പറയുന്നത്. ഈശോ ഞാൻ ഈയിടെ അതെ 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 ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ ലോകത്തോട്ട് പോയതാണ്. എപ്പോഴോ ഒരു സംഗതി മീഡിയയിൽ ഇവിടെ വായിച്ചത് ഓർക്കുന്നു. നിന്നിൽ സ്നേഹിക്കാൻ ഒന്നുമില്ലാതിരിക്കെ സ്നേഹിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം ബോണിയെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നൊരു കാര്യം എന്താ? എനിക്ക് കാണുമ്പോൾ ഇഷ്ടമാണ്, സംസാരിക്കുമ്പോൾ ഇഷ്ടമാണ്, എനിക്കല്ലാതെ തന്നെ ഇഷ്ടം തോന്നും. എൻ്റെ പാട്ട് ഇഷ്ടമാണ് ബോണിക്ക്, പിന്നെ എനിക്കങ്ങനെ ഇഷ്ടം വരാതിരിക്കും. പക്ഷെ നിന്നിൽ സ്നേഹിക്കാൻ ഒന്നുമില്ലാതിരിക്കെ, നിന്നിൽ കവറ്റ് ചെയ്യാൻ മോഹിക്കാൻ ഒന്നുമില്ലാതിരിക്കെ നിന്നെ സ്നേഹിക്കുന്നവൻ ദൈവം മാത്രം. അവിടെയാണ് ഈശോ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. നമുക്ക് ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, വളരെയധികം സോ ക്ലോസ് ടു അവർ ഹാർട്ട്, വളരെ ഹൃദയത്തോട് ഒട്ടിയിരുന്ന ചില ആളുകളെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പം ദ സെയിം പേഴ്സൺ നമ്മുടെ കൺമുമ്പിൽ നിന്നിട്ട് നമുക്ക് ആ 18 വർഷം മുമ്പുണ്ടായിരുന്ന ഇൻറ്റിമസി ഫീൽ ചെയ്യണില്ല. കാരണം എന്തുകൊണ്ടോ ചില കാര്യങ്ങളിൽ അവർ നമ്മളോട് ഇടപെടലായിരിക്കാം, അവരുടെ അപ്പിയറൻസ് ആയിരിക്കാം. അത് ചില ആളുകൾ എന്നോട് പറയും, അച്ഛാ പണ്ട് മുടിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, നമ്മുടെ രീതി, സംഭാഷണം രീതി അല്ലെങ്കിൽ കുറച്ചുകൂടെ എടുത്തു ചാടിയുള്ള സ്വഭാവമായിരുന്നായിരിക്കും അവർക്കിഷ്ടം. എന്താ അങ്ങ് സ്വഭാവമൊക്കെ അങ്ങ് അങ്ങ് ഒരു ആ പ്രസരിപ്പൊക്കെ പോയോ, അങ്ങൊരു പമ്മിപ്പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പഴയ പോലെ അല്ലല്ലോ, ആ ഒരു ബഹളമൊന്നുമില്ല, ഇപ്പം ഒതുങ്ങിപ്പോയോ എന്നൊക്കെ ചോദിക്കുമ്പം ആ പണ്ട് നല്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം അവരെ അന്ന് സ്നേഹിക്കാൻ നിർബന്ധിച്ചത് ആ ബഹളമായിരുന്നു, എടുത്തിയാട്ടമായിരുന്നു. അതിൽ നിന്ന് മാറ്റപ്പെട്ടപ്പം നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും മനുഷ്യ മലത്തിൽ ഒരാൾ മുങ്ങിക്കിടന്നാൽ, മനുഷ്യൻ്റെ വിസർജ്യത്തിൽ നമ്മുടെ നമ്മുടെ പങ്കാളി മുങ്ങിക്കിടന്നാൽ, നമ്മുടെ പങ്കാളിക്കൊരു രോഗം വന്ന് അയാൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ മലവും മൂത്രമൊക്കെ ദേഹത്തെടുത്ത് പുരട്ടിയാലും കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന വിധമുള്ള സ്നേഹമാണ് കർത്തൃസ്നേഹം. അത് കിട്ടിയവൻ ഭൂമിയിൽ സ്വർഗത്തിലാ. അവന് ഭൂമിയിലെ സ്വർഗം, മരണത്തിന് ശേഷവും സ്വർഗം. കൊച്ചു കാര്യമാണ്, പക്ഷേ അതിലെല്ലാം ഉണ്ട്. ദൈവം സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ്, തിരിച്ചറിവ് വരുമ്പം കിട്ടുന്ന ഒരു ആത്മീയ തൻ്റെ ഇടമുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിലാണ് ഇങ്ങനെ കർത്താവ് പറയുന്നു, ഞാൻ പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിരിടുകയും ചെയ്യിപ്പിക്കുന്നവരാണ്. താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും എന്ന വൃക്ഷങ്ങളെല്ലാം അറിയട്ടെ, ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവം നമുക്കൊരാശ്വാസമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിന്റെ ഭാഷ ഏതായാലും, നിന്റെ വേഷമേതായാലും, നിന്റെ ഭാഷ ഏതായാലും, നിന്റെ വേഷമേതായാലും, നിന്റെ ദോഷം ഏതായാലും, നിന്റെ ദോഷം ഏതായാലും ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഞാനിങ്ങനെ ശാപിച്ച് എഴുതി വന്നാണേ, നിന്റെ ഭാഷ ഏതായാലും അങ്ങനെ എഴുതി, നിന്റെ വേഷം ഏതായാലും. കർത്താവിൻ്റെ അരുവി പറഞ്ഞു തന്നോ, ഭാഷയെക്കാളും വേഷത്തെക്കാളും വേർതിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കാളും ദൈവസ്നേഹത്തിന് നിന്നിൽ പറന്നിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നിന്റെ ദോഷമാണ്, നിന്റെ പാപമാണ്. പക്ഷെ നിന്റെ ദോഷം ഏതായിരുന്നാൽ പോലും ദൈവം നിന്നെ സ്നേഹിക്കും.
ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ സങ്കീർത്തനം 119 96 വാക്യമാണെന്ന് തോന്നുന്നു. ദൈവമേ, നിന്റെ വചനം എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ തവിടുപൊടിയായി പോകുമായിരുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന നിത്യമായ ഒരു സ്മരണ നിൻ്റെ വചനം വായിക്കുമ്പോൾ എനിക്കുണ്ട്. എത്ര വലിയ 119 സങ്കീർത്തനം നോക്കി, എന്നതാ എൻ്റെ പൊന്നു കർത്താവേ. ഓ, ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ലാത്തൊരു സങ്കീർത്തനമായിരുന്നു. ഈ യാത്രയിൽ വായിച്ചു. ഞാൻ അതേ വരച്ച് കുത്തിയിട്ടിരിക്കുന്നത് ഈ സങ്കീർത്തനം കണ്ടു. എന്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും. അതിനകത്താം, കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ സ്നേഹത്തിനായി കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. ഒരു വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ നിൻ്റെ വചനം ഞാൻ നെഞ്ചിലേറ്റുന്നു. എൻ്റെ 96 വാക്യം ഞാൻ പറഞ്ഞ വാക്യം അതല്ല കേട്ടോ, 92 വാക്യമാണ്. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഓരോ തളർച്ചയിലും വചനമെടുക്കുമ്പോഴേ ശരിക്കും കർത്താവ് സംസാരിക്കുന്നു, സ്നേഹിക്കുന്നു, കുളിരണിയുന്ന അനുഭവം കിട്ടാറുണ്ട്. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവുക പാടാണ്. തീരഭാഗ്യമില്ലെന്നാലും തീരാരോഗമാണെന്നാലും എന്താ പൂണി മുഖത്തല്പം മടുപ്പുള്ള പോലെ തോന്നിയത്? ഇല്ല. അതിന് തീരഭാഗ്യമില്ലെന്നെങ്ങാനും പറഞ്ഞപ്പോൾ ഭാഗ്യദോഷങ്ങൾ പോലും ചിന്തിച്ചു പോയതാണോ? തീരഭാഗ്യമില്ലെന്നാലും തീരാരോഗമാണെന്നാലും ആരുമില്ലെന്നാലും. ശരിക്കും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴേ ബോണി പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ സിംഗപ്പൂർ, പിന്നെ ഖത്തർ. വിദേശം നമ്മുടെ മലയാളികളുടെ വീടുകളിൽ തങ്ങിയിട്ടുണ്ടോ? ഓ, തങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യം? ശരിക്കും ആർക്കും സ്വന്തമായി ഇല്ലാത്ത പോലെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഭാര്യ ഭർത്താവിനെ കാണുന്നത്, ഭാര്യ പകൽ ജോലിക്ക് പോകും, ഭർത്താവ് രാത്രിക്ക് വരും, രാത്രിക്ക് പോകും. പിന്നെ ഭർത്താവ് പിന്നെയും പിറ്റേ ദിവസം നൈറ്റാണ്, ഭാര്യ ഡേ ആണ്. ഇവർ ഒരാഴ്ച വല്ലപ്പോഴും തമ്മിൽ കണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുതുകിൽ തീ പിടിച്ചതുപോലൊരു ഓട്ടമാണ്. ശരിക്കും മക്കൾ മേളത്തെ മുറിയിലുണ്ട്. ഞാൻ ചില വീടുകളൊക്കെ ചെല്ലുമ്പം മക്കൾ ഇറങ്ങിപ്പോലും വരുന്നില്ല. അല്ലെങ്കിൽ താഴത്തെ മുറിയില്ല. ഹീസ് ബിസി ഹി ഡോണ്ട് വാണ്ട് യു മീറ്റ് യു. അച്ഛന് കാണാൻ അവന് താല്പര്യമില്ല, അവൾക്ക് താല്പര്യമില്ല. അവൻ ഇവിടെ കൊത്തിക്കൊണ്ടിരിക്കുക, അവനിങ്ങനെ കുത്തിയിരിക്കുക, ഇങ്ങനെ കുത്തി ഏത് ലോകത്തോ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക, ഫോണെ കുത്തിയിരിക്കുക. അവൻ്റെ വെപ്രാളം എന്നാ? ആരെങ്കിലും സ്വന്തം എപ്പോഴും വേണം. അവൻ്റെ അപ്പൻ അടുത്തുണ്ടെങ്കിലും ഫീൽ ചെയ്യുന്നില്ല, അമ്മ അടുത്തുണ്ടെങ്കിലും ഫീൽ ചെയ്യുന്നില്ല, ഇവന് ജീവിതസഖി ഉണ്ടെങ്കിലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും ഒക്കെ വേണം. അതുകൊണ്ട് ഇങ്ങനെ കുത്തി മൊബൈലും ട്വിറ്ററിലും കിടന്നുകൊണ്ട് കളിക്കുക. ശരിക്കും പറഞ്ഞാൽ തീരഭാഗ്യമില്ലെന്നാലും തീരാരോഗമാണെന്നാലും ആരുമില്ലെന്നാലും ഈശോ നിന്നെ സ്നേഹിച്ചിടുന്നു.
പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. ഒത്തിരി വർഷങ്ങൾ ഞാൻ നെഞ്ചേറ്റിൽ ആളിച്ച ഒരു പാട്ടാണ്. ബോണി അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഞാൻ കേട്ടിട്ടുണ്ട്. ബോണി ഇത് ശ്രദ്ധിക്കാൻ കാര്യം എന്തായിരുന്നു ബോണി? ഈ പിന്നെയും പിന്നെയും എന്നുള്ള വാക്കാണ് എനിക്ക് ശ്രദ്ധിക്കാനായിട്ടും ഒരു പ്രേരണ തോന്നിയത്. ആണല്ലേ? റിപ്പീറ്റഡ്ലി പിന്നെയും പിന്നെയും കർത്താവ് നിന്നോട് പറയുന്നു. അന്നേരം എനിക്ക് തോന്നിയൊരു കാര്യം, ഓരോ സെക്കൻഡ്സും ഈശോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതെന്ന് പറഞ്ഞേ. ഓരോ സെക്കൻഡ്സും ഈശോ ഇങ്ങനെ നമ്മുടെ കുഞ്ഞ് കാതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോണി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വെരി ഗുഡ്. അതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പിന്നെയും 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 എപ്പോഴും കർത്താവ് നമ്മൾ കേട്ടാലും കേട്ടില്ലെങ്കിലും അല്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എവറി സെക്കൻഡ്സ് ഇങ്ങനെ. അത് കൊള്ളാം. ബോണിയുടെ കാഴ്ചപ്പാട് കൊള്ളാമല്ലോ ബോണി. നമ്മളെ കേൾക്കുന്നവരോടെല്ലാം കർത്താവ് അവരുടെ വേദനയിലും ഭാരങ്ങളിലും അവരുടെ ഏകാന്ത ദുഃഖങ്ങളിലും, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്തവർ, ഭാര്യയുടെ സ്നേഹം കിട്ടാത്തവർ, മക്കൾ തിരിഞ്ഞു നോക്കാത്തവർ, അപ്പനും അമ്മയും ജനിപ്പിച്ച മക്കൾ തിരിഞ്ഞു നോക്കാതെ രോഗക്കിടക്കൽ കിടക്കുന്നവർ, പഠിപ്പിച്ച ശിഷ്യന്മാർ തിരിഞ്ഞു നോക്കാത്ത ഗുരുക്കന്മാർ, കലാരംഗത്ത് വളർത്തിയവർ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, ഇങ്ങനെ വേദന കൊണ്ട് വീർപ്പും മുട്ടിയവർക്കെല്ലാം ബോണി പറഞ്ഞതുപോലെ ഓരോ സെക്കൻഡിലും പിന്നെയും പിന്നെയും യേശു വന്ന് നിങ്ങളുടെ കാതുകളിൽ പറയട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ അലോണല്ല, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ വചനം കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞങ്ങൾ മനസ്സ് വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭൂമിയിൽ ഒരു ഹൃദയവും ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ, ഭൂമിയിൽ ഒരു ഹൃദയവും കഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ, ഭൂമിയിൽ ഒരു ഹൃദയവും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. എല്ലാവരിലും തുഷ്ടിയും സന്തോഷവും സംതൃപ്തിയും നിറയട്ടെ. എല്ലാവരുടെയും മനം നിറഞ്ഞൊഴുകുന്ന ഒരു പുതിയ അരുവി ഒഴുകട്ടെ. എല്ലാവരുടെയും ഹൃദയം തുളുമ്പി ഒഴുകട്ടെ. തുള്ളി തുളുമ്പുന്ന ഹൃദയത്തോടെ നിന്നെ താളങ്ങളോടെ സ്തുതിക്കുവാൻ എല്ലാവരെയും ഞങ്ങളെയും ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിന്നെയും പിന്നെയും ഇന്നൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ